നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദേശീയപാത ചേറ്റുവയിൽ ടാങ്കർ ലോറി കാറിലിടിച്ച് നിയന്ത്രണം വിട്ടുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. മതിലകത്ത് നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റ് ഇടിച്ച് തകർത്തു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. വെൽഫെയർ പാർട്ടി കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭ ജാഥ സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ദേശീയപാത ചേറ്റുവയിൽ ടാങ്കർ ലോറി കാറിലിടിച്ച് നിയന്ത്രണം വിട്ടുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. പാവറട്ടി സ്വദേശി അബൂബക്കറാണ് മരിച്ചത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2:30 ചേറ്റുവ ഗവൺമെന്റ് മാപ്പിള UP സ്കൂളിന് മുൻപിലായിരുന്നു അപകടം. എടപ്പാൾ ഭാഗത്തേക്ക് ലോഡുമായി പോയിരുന്ന ടാങ്കർ ലോറി വാടാനപ്പള്ളി ഭാഗത്തേക്ക് വന്നിരുന്ന കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. തുടർന്ന് നിയന്ത്രണം വിട്ട ലോറി സമീപത്തെ മീൻതട്ടിനടുത്ത് നിന്നിരുന്ന അബൂബക്കറിനെ ഇടിച്ചു വീഴ്ത്തി. ഇയാളുടെ ശരീരത്തിലൂടെ ലോറി കയറിയിറങ്ങിയതായി പറയുന്നു. അബൂബക്കർ സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ മരിച്ചു. ബൈക്ക് യാത്രക്കാരനായിരുന്ന അബൂബക്കർ വാഹനം നിർത്തി നിൽക്കുമ്പോഴായിരുന്നു അപകടം. ലോറി മറ്റൊരു കാറിലും 2 ബൈക്കിലും ഇടിച്ച് അപകടത്തിൽ 2 പേർക്ക് പരിക്കുണ്ട്. സംഭവം അറിഞ്ഞ് വാടാനപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി. മതിലകത്ത് നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റ് ഇടിച്ചു തകർത്തു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇന്നു പുലർച്ചെ 4:20 മതിലകം പോലീസ് സ്റ്റേഷനു മുന്നിൽ ദേശീയപാതയിലായിരുന്നു അപകടം. കണ്ണൂർ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്നതിനിടയിലാണ് അപകടം. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് പറയുന്നു. വെൽഫെയർ പാർട്ടി കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭ ജാഥ സംഘടിപ്പിച്ചു. ജാതി സെൻസസ് നടത്തുക, എയ്ഡഡ് നിയമനം, PSCക്ക് വിടുക, സർക്കാർ സർവീസിൽ ആനുപാതിക പ്രാതിനിധ്യം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് വെൽഫെയർ പാർട്ടി ജനുവരി 3 നടത്തുന്ന സെക്രട്ടേറിയറ്റ് വളയൽ പാർട്ടിയുടെ പ്രചരണാർത്ഥമാണ് പ്രക്ഷോഭ ജാഥ സംഘടിപ്പിച്ചത്. മണ്ഡലം പ്രസിഡന്റ് EA റഷീദ് നയിക്കുന്ന പ്രക്ഷോഭ ജാഥ ആദ്യ ദിവസം ചന്ദ്രാപ്പന്നിയിൽ നിന്നും ആരംഭിച്ച് വിവിധയിടങ്ങളിലെ പര്യടനത്തിന് ശേഷം 3 പീടികയിൽ സമാപിച്ചു. പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് KK ഷാജഹാൻ ആദ്യ ദിവസത്തെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ വെയിൽ കൊണ്ടാതെ വരാനിരിക്കുന്ന തലമുറക്ക് തണല് ലഭിക്കൂ എന്നതാണ് ഈ സമരത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് ഞങ്ങൾ വെയിൽ കൊള്ളാൻ തീരുമാനിച്ചവരാണ്. വെയിൽ കൊള്ളാതെ നിവൃത്തിയില്ല. വരാനിരിക്കുന്ന ഒരു തലമുറക്ക് അവർക്ക് അന്തസ്സോടെ ജീവിക്കാനുള്ള ഒരു സമര പ്രക്ഷോഭമാണ്. ആരും മനസ്സിലാക്കേണ്ട 3-ാം തീയതി കഴിഞ്ഞാൽ ഈ സമരം അവസാനിക്കുന്നു. ആരും മനസ്സിലാക്കേണ്ടതില്ല. 3-ാം തീയതി വളയും എന്നാ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ സമരത്തിന്റെ അവസാനമൊന്നുമല്ല. ഇത് ജാഥയുടെ അവസാനമല്ല. ഇതിന്റെ ഈ സമര പ്രക്ഷോഭ ജാഥകൾ അത് പാർട്ടി പല രീതിയിലും അത് തുടരാൻ പോവുകയാണ്. കാരണം ഇത് സ്വാഭാവികമായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇത് വെൽഫെയർ പാർട്ടി ഇത് അക്കാദമിക തലത്തിലായിരുന്നു ഈ ചർച്ചകളൊക്കെ. അതായത് ഹാളിന്റെ ഉള്ളിലായിരുന്നു ജാതി സെൻസസും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച നടത്തിയിരുന്നത്. അത് സ്ട്രീറ്റിലേക്ക്, തെരുവിലേക്ക് കൊണ്ടുവന്നതാണ് വെൽഫെയർ പാർട്ടിയെ ചരിത്രം അടയാളപ്പെടുത്തുന്നത്. കേരളീയ ചരിത്രത്തിൽ വെൽഫെയർ പാർട്ടിയെ അടയാളപ്പെടുത്തുന്നത് ഏറ്റവും ശ്രദ്ധേയമായിട്ട് ജനം കാണുക ഈ ജാതി സെൻസസുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ തെരുവുകളെ സമരോത്സുകമാക്കിയ ആദ്യ പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ അത് വെൽഫെയർ പാർട്ടിയാണ് എന്നതാണ് അതിന്റെ ഉത്തരം. കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഉസ്മാൻ കാളമുറി അധ്യക്ഷത വഹിച്ചു. ഇവിടുത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഞങ്ങളിവിടെ ജാതി പറയുകയല്ല, മതം പറയുകയല്ല, മറ്റൊന്നുമില്ല. അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുകയാണ്, അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുകയാണ്. ഇവിടുത്തെ ഓരോ വിഭാഗം ജനങ്ങൾക്കും ആ വിഭാഗത്തിന്റെ എണ്ണത്തിന്റെ തോതനുസരിച്ച് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള ആ കണക്കനുസരിച്ച് ഞങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ, ഞങ്ങൾക്ക് കിട്ടേണ്ട തസ്തികകൾ, ഞങ്ങൾക്ക് കിട്ടേണ്ട ജോലികൾ ഞങ്ങൾക്ക് കിട്ടിയേ മതിയാവും. ജില്ലാ സെക്രട്ടറി റഫീഖ് കാദിക്കോട് മുഖ്യപ്രഭാഷണം നടത്തി. ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് ജില്ലാ സെക്രട്ടറി സമദ് ചന്ദ്രാപ്പനി, FITU ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ്സ് തൊഴിലാളി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം ആസിയ മജീദ്, സാജിദ റസാഖ്, ജമാൽ കാളമുറി തുടങ്ങിയവർ സംസാരിച്ചു. SNSC ചന്ദ്രാപ്പനിയുടെ 54ാമത് വോളിബോൾ ടൂർണമെന്റിന് തുടക്കമായി.
പെരുമ്പടപ്പ ഈസ്റ്റ് UP സ്കൂൾ ഫ്ലഡ്ലിറ്റ് സ്റ്റേഡിയത്തിൽ ആരംഭിച്ച മത്സരങ്ങൾ കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ M. ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ നല്ല മനസ്സിന്നും ഞങ്ങളുടെ ക്ലബിന്റെ ഈ വോളിബോൾ ടൂർണമെന്റ് 54ാമത് വോളിബോൾ ടൂർണമെന്റ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി ഈ അവസരത്തിൽ നിങ്ങളെ എല്ലാവരുടെയും സമൂഹത്തിൽ അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം. ക്ലബ്ബ് പ്രസിഡന്റ് ലോഹിതാക്ഷൻ കൊല്ലാശ്ശേരി അധ്യക്ഷനായി. വാർഡ് മെമ്പർ ഹേന രമേശ്, ക്ലബ്ബ് ഭാരവാഹികളായ മൂത്തിലാൽ മേനോത്ത്, KG കൃഷ്ണനുണ്ണി, സുമൻ പണിക്കശ്ശേരി എന്നിവർ സംസാരിച്ചു. നമ്മൾ 54ാമത് വോളിബോൾ ടൂർണമെന്റാണ് ഈ ഗ്രൗണ്ടിൽ അരങ്ങേറുന്നത്. ഇത് 54 വർഷമായിട്ട് മുടങ്ങാതെ നടത്തുന്ന ഒരു ടൂർണമെന്റാണ് SNC നടത്തുന്നത്. ഒരുപാട് കായിക പ്രേമികളെ വളർത്തിയെടുക്കുന്ന ഒരു കോർട്ടാണ്. അതുപോലെ തന്നെ ഉന്നതങ്ങളിൽ ഒരുപാട് കുട്ടികൾ ഉന്നതങ്ങളിൽ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് പേർ ഉന്നതിയിൽ എത്തട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ വൈകിയ വേളയിൽ ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇതിനോടൊപ്പം ആശംസകൾ കൂടി നേർന്നുകൊണ്ട് നിർത്തുന്നു. ആദ്യ മത്സരത്തിൽ തട്ടകം ചന്ദ്ര പിന്നിക്കൂട്ടം UAE വിജയികളായി. 1-3 സെറ്റുകൾക്ക് ടോപ്പ് സ്റ്റാർ കഴിമ്പ്രത്തെയാണ് പരാജയപ്പെടുത്തിയത്. പ്രാദേശിക തല മത്സരത്തിൽ ഗോഖലെ ബോയ്സ് വലപ്പാട് വിജയികളായി. ഡിങ്കൻസ് ചന്ദ്രാപിനിയെയാണ് പരാജയപ്പെടുത്തിയത്. പോയിന്റ് തട്ടകം. മനോഹരമായ മറ്റൊരു പോയിന്റ് കൂടി നേടുന്നു ടോപ്പ് സ്റ്റാർ. Point 2. Top. One more. CPI ചന്ദ്രാപ്പനി ലോക്കൽ കമ്മിറ്റിയുടെ പുതിയ ഓഫീസിന് ഉദ്ഘാടനവും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്ക് ആദരവും സംഘടിപ്പിച്ചു. CPI സംസ്ഥാന കൗൺസിൽ അംഗം അജിത് കോളാടി ഉദ്ഘാടനം ചെയ്തു. വ്യത്യസ്ത മേഖലകളിൽ മുഴുവൻ അനൈക്യവും വൈവിധ്യങ്ങളും നിലനിന്നിരുന്നൊരു രാജ്യം. രാജ്യത്തിലെ ജനവിഭാഗത്തിന്റെ ഇടയിൽ ഈ ഭൂജന്മിത്വവും കുടിയാന്മാർ, കർഷകരും കർഷക തൊഴിലാളികളും അങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ അന്തഛിദ്രം നിലനിൽക്കുന്ന ഒരു കാലയളവായിരുന്നു. സ്വാഭാവികമായും സാമ്രാജ്യത്വത്തിന്റെ അന്നത്തെയും ലക്ഷ്യം ഇന്നത്തെയും ലക്ഷ്യം. ഇന്നിപ്പോ ആ സാമ്രാജ്യത്വമല്ല ലോകത്തിലുള്ളത്. ഇന്നത്തെ സാമ്രാജ്യത്വത്തിന് പുതിയ പുതിയ പേരുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക വിശാരദന്മാരും ചരിത്രകാരന്മാരും ഒക്കെ പുതിയ പേരുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പണ്ട് ബഹുരാഷ്ട്ര കുത്തക സാമ്രാജ്യത്വം എന്നൊക്കെ 1990കളിൽ പറഞ്ഞു. ഇപ്പൊ സാമ്രാജ്യത്വത്തിനെ പെട്ടെന്ന് നമുക്ക് കാണാൻ കഴിയുകയില്ല. ആരാണ് സാമ്രാജ്യാധിപതി എന്ന് പറയാനും സാധിക്കുകയില്ല. മൂലധന ശക്തികളുടെ ആധിപത്യമാണെന്ന് ലോകത്തിൽ എല്ലായിടത്തും. അതിർത്തികളില്ല ഇന്നത്തെ സാമ്പത്തിക അധിപതികൾക്ക്. ഇന്ന് എല്ലാ പ്രദേശത്തും എല്ലാ പട്ടണങ്ങളിലും ഒരേപോലെയുള്ള സാധനങ്ങൾ നമുക്ക് ലഭിക്കും. ആഗോളവൽക്കരണവും ഈ സ്വകാര്യവൽക്കരണവും ഒക്കെ തുടങ്ങിയതിന് ശേഷം
അതിർത്തികളില്ലാതെ വ്യാപരിച്ചിട്ടുള്ള വലിയൊരു മൂലധന ശക്തികളുടെ സമഗ്രാധിപത്യത്തിന്റെ കീഴിലുള്ള ലോകമാണ് ഇന്നത്തെ ലോകം. ജില്ലാ കൗൺസിൽ അംഗം ഇ.ടി. ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. നമ്മുടെ ഈ ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം കഴിഞ്ഞാൽ നാം ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് സുഭാഷ് ദാസിന് നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ യുവലാ സാഹിത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകനാണ് വിദേശത്ത്. ഒപ്പം തന്നെ നല്ല അനുഗ്രഹീതരായിട്ടുള്ള കലാകാരനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളെ മുൻനിർത്തി അദ്ദേഹത്തിന് കിട്ടിയ അംബേദ്കർ നാഷണൽ എക്സലൻസി അവാർഡ്, അതിൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചന്ദ്രാപ്പിനി ലോക്കൽ കമ്മിറ്റിയും അദ്ദേഹത്തിനൊരു ആദരം നൽകുന്നുണ്ട്. അദ്ദേഹം വേദിയിൽ സന്നിഹിതരാണ്. പ്രിയമുള്ളവരെ, ഏറെ സന്തോഷമുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ നമുക്കിപ്പോൾ കാണാൻ കഴിയുക. ലോക്കൽ സെക്രട്ടറി CB അബ്ദുൽ സമദ്, മണ്ഡലം സെക്രട്ടറി TP രഘുനാഥ്, ജില്ലാ നേതാക്കളായ KS ജയ, PV മോഹനൻ, പ്രവാസി ഫെഡറേഷൻ സംസ്ഥാന നേതാവ് സോമൻ താമരക്കുളം എന്നിവർ സംസാരിച്ചു. ദേശീയ അവാർഡ് ജേതാവ് യുവകലാസാഹിതി ദുബായ് കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് സുഭാഷ് ദാസ്, പാർട്ടി മുതിർന്ന നേതാക്കളായ PC കാർത്തികേയൻ, MC തിലകൻ, PK പ്രകാശൻ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2021-23 പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ KS സോഷിമ, ഉപജില്ലാ കലോത്സവത്തിൽ പെൻസിൽ ഡ്രോയിങ്ങിലും പെയിന്റിംഗിലും A ഗ്രേഡ് നേടിയ MP അരുൺ കൃഷ്ണ, 2023 സ്റ്റേറ്റ് കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ 1ാം സ്ഥാനം നേടിയ MM ധീരകീർത്തി എന്നിവർക്ക് ചടങ്ങിൽ ആദരവ് നൽകി. ചാമക്കാല കടപ്പുറത്ത് ചൂളമരങ്ങളും പുൽക്കാടുകളും കത്തിനശിച്ചു. രാജീവ് റോഡ് തെക്ക് വശത്താണ് ഇന്ന് വൈകിട്ട് 4:30 തീപിടുത്തമുണ്ടായത്. നാട്ടുകാരാണ് തീ കത്തുന്നത് കണ്ടത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് നാട്ടികയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ഏകദേശം 200 മീറ്ററോളം ഭാഗത്തെ കാടാണ് കത്തിനശിച്ചത്. ഇടവേള.